മുൻ ജീവനക്കാരായ 4 പേരുടെ ഒരു സ്വകാര്യ കമ്പനി, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇപ്പോൾ BBC-യുടെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത്. എന്തായിരിക്കും ആ കമ്പനിയുടെ രൂപം, ഭാവം? നികേഷ്, BBC-ക്കെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. നേരത്തെ നമുക്കറിയാം, BBC-യുമായി ബന്ധപ്പെട്ട് മുംബൈയിലെയും ദില്ലിയിലെയും ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന ഉണ്ടായിരുന്നു. ഈ ഡോക്യുമെൻ്ററി, അതായത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററി പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഈ നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായത് എന്ന വിമർശനവും ശക്തമാണ്. അത്തരത്തിൽ വേട്ടയാടൽ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ BBC എന്താണെങ്കിലും അവരുടെ ഇന്ത്യയിലെ ന്യൂസ് റൂം പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് തീരുമാനത്തിലേക്ക് എത്തിയതായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടുത്തെ ജീവനക്കാർ തന്നെ രൂപം നൽകിയിട്ടുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അതായത് കളക്റ്റീവ് ന്യൂസ് റൂം വഴിയായിരിക്കും ഇനിയിപ്പോൾ BBC-യുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവുക എന്നാണ് വ്യക്തമാക്കുന്നത്. കളക്റ്റീവ് ന്യൂസ് റൂമുമായി ബന്ധപ്പെട്ട് 26% ഓഹരി മാറുന്നുള്ള അപേക്ഷ സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആദ്യമായാണ് ഇത്തരത്തിൽ മറ്റൊരു ഏജൻസി വഴി വാർത്തകൾ നൽകുന്നത് എന്ന് BBC വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ വാർത്തകളിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും യാതൊരു തരത്തിലുള്ള മറ്റ് നീക്കുപോക്കുകൾക്ക് തയ്യാറല്ല എന്നും BBC വ്യക്തമാക്കുകയാണ്. ശക്തമായ നിലപാട് ഇനിയും തുടരും എന്നും BBC വ്യക്തമാക്കുന്നു. ലണ്ടന് പുറത്ത് ഏറ്റവും വലിയ ന്യൂസ് റൂം BBC-ക്ക് ഉള്ളത് ഇന്ത്യയിലാണ്, ദില്ലിയിലും അതോടൊപ്പം തന്നെ മുംബൈയിലുമാണ് അവരുടെ ഓഫീസുകൾ ഉള്ളത്. അത് മാത്രമല്ല, മറാഠി, തമിഴ്, പഞ്ചാബി, ഹിന്ദി അടക്കം വിവിധ ഭാഷകളിൽ ന്യൂസ് റൂം ഇത്തരത്തിൽ BBC അവരുടെ വാർത്തകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഒരു അന്താരാഷ്ട്ര മാധ്യമം അവരുടെ പ്രവർത്തനം ഇന്ത്യയിൽ അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്നും പ്രധാനപ്പെട്ടതാണ്. നേരത്തെ തന്നെ ഈ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെ BBC ലക്ഷ്യം വെക്കുന്നു എന്ന് സംഘപരിവാർ സംഘടനകളും അതോടൊപ്പം അത്തരത്തിൽ ചില ആളുകളും നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ BBC-ക്ക് എതിരെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ അവരുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നാണ്, ന്യൂസ് റൂം അവസാനിപ്പിക്കുന്നു എന്നാണ് BBC വ്യക്തമാക്കുന്നത്. അവരുടെ തന്നെ ജീവനക്കാർ രൂപം നൽകിയ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് വാർത്തകൾ നൽകും, അതുവഴി അത് സംരക്ഷണം തുടരും എന്ന നിലപാടാണ് അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.